പ്രസംഗം എന്താണ്? പ്രവചനമല്ലേ? നാടകം. പ്രസംഗം എന്ന് പറയുന്നത് നാടകം. കഥാപ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ താഴ്മയോ എളിമയോ വിനയമോ ഇല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതൊക്കെ വേറെ ടോപ്പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. വചനത്തെ വളച്ചൊടിച്ച്, വചനത്തെ കീറി നുറുനുറ കൊത്തി ദൈവജനത്തിന് ഒരു പ്രയോജനമില്ലാത്ത വിധത്തിൽ പ്രസംഗിക്കും. സ്തോത്രം. നമുക്കറിയാലോ, കമ്മീഷൻ യോഗങ്ങളിൽ പോയാൽ നല്ല വചനം വായിക്കും. നല്ല വചനം കുറിവാക്യം വായിച്ചിട്ട് ചരിത്രം, ലോകസംഭവം, രാജഭരണങ്ങള്, വരാൻ പോകുന്ന രാജഭരണം, കഴിഞ്ഞുപോയ രാജഭരണം, ഇതെല്ലാം പ്രസംഗിച്ച് ആർക്ക് മനസ്സിലാവും? ആർക്ക് പ്രയോജനം? ആർക്ക് വേണ്ടി? ഇത് പ്രസംഗിക്കാൻ വിളിക്കുന്ന വ്യക്തികൾക്ക് അറിയില്ല എന്താണ് പ്രസംഗം. കേൾക്കാൻ വരുന്നവർക്ക് അറിയില്ല എന്താണ് പ്രസംഗിക്കുന്നത്. പിന്നെ ചിലർ രോഗസൗഖ്യത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ആ ഒരു വിധത്തിൽ അങ്ങ് ശുശ്രൂഷ പോകും. എന്താ ഗുണം? അതാണ് വചനത്തെ വെട്ടി നോക്കുകയാണ്, വചനത്തെ കീറുകയാണ്, വചനത്തെ പൊട്ടിക്കുകയാണ്. ഇങ്ങനെയുള്ളവന്മാരൊന്നും ദൈവസഭയ്ക്ക് യോഗ്യരല്ല, ദൈവ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല. പ്രായമൊന്നുയുടെ വിഷയമല്ല. പ്രായം കൂടിയതായിരിക്കാം, പ്രായം കുറഞ്ഞതായിരിക്കാം, പ്രായം കൂടുതലായാലും കുറഞ്ഞതായാലും സ്തോത്രം, പ്രായം ചെന്നവരത്ര ജ്ഞാനികളെന്നില്ല, വയോധികന്മാരത്ര വിവേകമുള്ളവരൊന്നുമില്ല. സ്തോത്രം. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ് ദൈവം. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ മലപ്പാല് കുടിക്കുന്ന ശിശുവിനെ കുറിച്ചല്ല പറയുന്നത്. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ മനം തിരിഞ്ഞു വരുന്ന ആരാണോ അവരെ കുറിച്ച് സ്വർഗരാജ്യം പറയുന്നത് അവർ ശിശുക്കളാണ്. അവർ തിന്മയ്ക്ക് ശിശുവും നന്മയ്ക്ക് പുരുഷനുമാണ്. അവർക്കത് വെളിപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി ജാഗരിക്കണം, അതിനുവേണ്ടി പഥ്യം നോക്കണം, അതിനുവേണ്ടി വേർപാട് വേണം, അതിനുവേണ്ടി വചനധ്യാനം വേണം. സ്തോത്രം. വചനധ്യാനം ഇല്ലാത്തവരോട് കൂറ് കാണിക്കരുത്. പഥ്യം നോക്കണം. സത്യവചനം പഥ്യവചനമാണ്. സ്തോത്രം. ദൈവഭക്തന്മാരിൽ പഥ്യം നോക്കിയവർക്ക് ദൈവം ശക്തമായി വെളിപ്പെട്ടു. പഥ്യം നോക്കാത്ത നീചന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർക്ക് ദൈവം ഇരുട്ടായി മാറി. അവർ ദൈവത്തെ ദുഷിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. പിറുപിറുപ്പുകാര്, തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ആവലാതി പറയുന്നവർ. യൂദാ അപ്പോസ്തലൻ പറയാണ്, അവർ പിറുപിറുപ്പുകാർ. പെന്തക്കോസ്തിനകത്ത് പിറുപിറുപ്പില്ലാത്ത എത്ര പേരുണ്ട്? ഒരു പെന്തക്കോസാ. ഈ പിറുപിറുത്തോണ്ട് നടക്കുന്ന പെന്തക്കോസുകാരാണോ? പെന്തക്കോസാണോ? ദൈവജനമാണോ? ദൈവവിശ്വാസിയാണോ ഈ പിറുപിറുപ്പുകാര്? ആണോ? ഇവരെ കൊണ്ട് യേശു ക്രിസ്തു ഇമ്മാനുവേലായിട്ടിരിക്കുവോ? ഇവര് പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കുവോ? കേൾക്കുമെന്നല്ലേ ജനത്തെ ഉറപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ കൂടെ ഉണ്ടെന്നല്ലേ ഉറപ്പിക്കുന്നത്. പിറുപിറുപ്പുകാരോട് യേശു ഇരിക്കുവോ? പരിശുദ്ധാത്മാവ് ഇരിക്കുവോ? ഇരിക്കോ? പിറുപിറുപ്പുകാരോട് പരിശുദ്ധാത്മാവ് ഇരിക്കുമെന്ന്. ഇതൊക്കെ വചനം വായിച്ച് ഗ്രഹിപ്പിച്ച് ജനത്തെ മനം തിരിപ്പിക്കേണ്ടതിന് പകരം അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് തിരിച്ച് അവരുടെ പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്ന് തിരിച്ചു കൊണ്ട് വരേണ്ടതിന് പകരം ലോക സംഭവങ്ങള്, അപ്പുറത്ത് അഴിഞ്ഞാടിയ കാര്യം, രാജാക്കന്മാരുടെ ചരിത്രം, യുദ്ധശ്രുതികള്, വിമാനം തകർന്ന കാര്യം, ട്രെയിൻ തകർന്ന കാര്യം, ഇതൊക്കെ പ്രസംഗിച്ച് ജനത്തെ വഞ്ചിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മാത്രമല്ല, ശബ്ദം കേൾക്കുന്ന എല്ലാവരും തിരിച്ചറിയണം.
ഇങ്ങനെയുള്ള വഞ്ചകന്മാരെ സ്റ്റേജുകളിൽ കയറ്റരുത്. സ്തോത്രം. ഇതിന് പാവപ്പെട്ട പാസ്റ്റർമാരെ വിശ്വാസികളും കൂടെ ചേർന്ന് സാമ്പത്തികമായ കണക്ഷൻ കറക്റ്റ് ചെയ്ത് ഇവർക്ക് തിന്നാൻ കൊടുക്കണമെന്നില്ല. ഹല്ലേലൂയ. പേര് കേൾക്കാത്ത പാവപ്പെട്ട ആരും മാന്യനായിട്ട് കാണാത്ത, സ്വതന്ത്രം ആരുടെ മുമ്പിലും വെളിപ്പെട്ട് വരാത്ത തിരിച്ചറിവുള്ള പാസ്റ്റർമാര് കാണും. അവർക്ക് കൂടെ പ്രസംഗിക്കാൻ. ഇത് എനിക്ക് പറയാനുള്ളൂ. അവർ ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിച്ചു വിട്ടിട്ട് പോട്ടെ. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ, അല്ലെങ്കിൽ റോമലേഖനം 1-ാം അധ്യായം മുതൽ, അല്ലെങ്കിൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായം മുതൽ അവരൊന്ന് വായിച്ചു വിടട്ടെ. എന്താ എന്തിനു ആവശ്യമില്ലാത്ത പ്രസംഗിച്ച് ജനത്തെ വഞ്ചിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് എന്തിനാ കെട്ടിടങ്ങിന് പൈസ കൊടുക്കുന്നത്? കെട്ടിടങ്ങിനാവട്ടെ അല്ലാതെ ആവട്ടെ, എന്തിനാ കൊടുക്കുന്നത്? ജനത്തിന് എന്തെങ്കിലും പ്രയോജനം വേണ്ടി. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്മാര് അവരെ എഴുതിക്കുന്ന പാഠപുസ്തകം പഠിപ്പിക്കാതെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ച വല്ല പ്രയോജനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പള്ളികളിൽ പോകുന്ന, കൺവെൻഷൻ പോകുന്ന, ഉപവാസ പ്രാർത്ഥനയിൽ പോകുന്ന നാം ഓരോരുത്തരും നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ സത്യഗ്രന്ഥം, ഈ സത്യവേദ പുസ്തകം എന്ന പാഠപുസ്തകം, ഇതിലുള്ള കാര്യങ്ങൾ നമ്മുടെ പാപത്തെ കുറിച്ച് ബോധം വരുമാറ് നമ്മോട് പഠിപ്പിക്കാതെ, നമ്മുടെ ആകാത്ത വഴിയിൽ നിന്ന് നമ്മെ തിരിപ്പിക്കാതെ ലോക സംഭവങ്ങൾ വിളിച്ച് പ്രസംഗിച്ച് നടക്കുന്ന പ്രസംഗങ്ങളെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്, എന്താണ് നേട്ടമുള്ളത്, എന്ത് നേട്ടം പെന്തക്കോസ്തിൽ ഉണ്ടായിട്ടുണ്ട്? എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ദൈവരാജ്യത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒന്നിനൊന്ന് പിറപിറപ്പുകാരും, പിന്നെ അത് മൂത്ത് പിന്നെ സ്വയഭോഗികള്, സ്വാർത്ഥതയുള്ളവര്, ഭർത്തപ്രിയമില്ലാത്തവര്, പുത്രപ്രിയമില്ലാത്തവര്, ഇവരുടെ കൂടെ യേശു സിംഹാസനത്തിലിരിക്കുമോ? ഇവരൊക്കെ ദൈവരാജ്യ ദ്രോഹികളല്ലേ? ഇവരൊക്കെ ഇങ്ങനെ ആക്കിയതാര്? നമ്മുടെ പൂർവ്വ പാസ്റ്റർമാരല്ലേ? മറ്റു വലിയ അച്ഛന്മാരും എല്ലാവരും കൂടെ ചേർന്നല്ലേ? ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തെറ്റായ മാർഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും മനം തിരിയാൻ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുക, സമയം തന്നിരിക്കുക. മനം തിരിയാനാണ് സമയം തന്നിരിക്കുന്നത്, നിഗളിക്കാനല്ല, അഹങ്കരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. നിരപരാധികളെ കുറ്റപ്പെടുത്തി കുത്തി താഴ്ത്താൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യ മഹിമയ്ക്ക് യോഗ്യമാകുമെണ്ണം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് സമയം തന്നിരിക്കുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രകാരം തങ്ങളുടെ ഗതിയെക്കുറിച്ച് ഞായറാഴ്ച തോറും ആവലാതി. സാക്ഷ്യം പറയുന്ന എല്ലാ പെന്തക്കോസ്ത് പള്ളിക്കകത്തും എല്ലാ ഞായറാഴ്ചയിലും ആവലാതി അല്ലാതെ വേറെന്ത് പറയുന്നു? എന്ത് പറയുന്നു? ഇത് പാസ്റ്റർമാർ കേട്ടോണ്ട് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നല്ലാതെ അവർ ഉറങ്ങുന്നോ? അല്ല, അവര് ഉറങ്ങുകയല്ലാതെ അവര് ഇതിനെ നടത്തുന്നോ? ആവലാതി പറയുന്നു. ലേഖനത്തിൽ പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും, സൃഷ്ടിക്കും, ജീവിപ്പിക്കും. ഇന്നത്തെ സാക്ഷ്യം കേട്ട് ആരാണ് ജീവിക്കുന്നത്? സ്തോത്രം. ഇതൊക്കെ കുറ്റമാണ് കേട്ടോ, കുറ്റം പറയാനുണ്ട്. കുറ്റം പറയുന്ന ദുരാത്മാവല്ല, മാനസാന്തരപ്പെടാൻ വേണ്ടി കുറ്റം പറയുന്നതാണ്. ഹല്ലേലൂയ. കുറ്റം പറയുന്ന ദുരാത്മാവുണ്ട്. എന്തെന്നറിയോ? സത്യമായി പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ കുറ്റം പറയും. അതാണ് ദുരാത്മാവ്. ദുരാത്മാവും സത്യാത്മാവും കുറ്റം പറയും. ദുരാത്മാവ് പറയുന്ന കുറ്റമേത്, സത്യാത്മാവ് പറയുന്ന കുറ്റമേത്, രണ്ടും തിരിച്ചറിയണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്ന ദുരാത്മാവ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കുറ്റമായിട്ട് ബോധം വരുത്തി തരുന്നത് അത് ദൈവാത്മാവ്. ഇതുപോലെ തിരിച്ചറിയാത്ത ശുശ്രൂഷകർ, ഇതുപോലെ തിരിച്ചറിയാത്ത പ്രവാചകന്മാർ, ഇതുപോലെ തിരിച്ചറിയാത്ത പൗരോഹിത്യം.
ക്രിസ്തീയ ലോകത്തെ അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന നീചന്മാരിൽ നിന്ന് നാമം ഈ ലോകത്തിലെ ദൈവജനം വിടുവിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. ഓർക്കണം, ഞായറാഴ്ചകളിൽ പെന്തക്കോസ്ത് പള്ളികളിൽ ആവരാതി പറയുന്ന സ്ത്രീ പുരുഷന്മാരെ പാസ്റ്റർമാരെ വിലക്കണം. സ്തോത്രം. അവരുടെ ആകാത്ത വഴിയിൽ നിന്ന്, അവർ പിറമുറുപ്പിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാൻ വേണ്ടി അവരെ ബുദ്ധിയോപദേശിക്കണം, അവരെ ശാസിക്കണം, അവരെ തിരുത്തണം, അവരെ പ്രബോധിപ്പിക്കണം. സ്തോത്രം. അതിലൊന്നിലും തിരിഞ്ഞില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിക്കാർ, ആവലാതി പറയുന്നവർ. അടുത്ത് സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന, സ്വന്തം മോഹം ദൈവമോഹമല്ല, സ്വന്തം മോഹങ്ങൾ അനുസരിച്ചു നടക്കുന്ന, അവരുടെ വായ് വമ്പ് പറയുന്നു. സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നു. സ്വതന്ത്രം. ദൈവ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ ജനത്തെ പഠിപ്പിക്കേണ്ടതിന് പകരം സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം നടക്കേണ്ടതിന് പാസ്റ്റർമാരും വിശ്വാസികളും ഒരുമിച്ച് ചേർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സ്തോത്രം. എഞ്ചിനീയറിംഗിന് തലമുറ പഠിക്കാൻ പോണം. സ്വന്തം മോഹമാണ്. ഇത് ലോകം അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇതെല്ലാം സ്വന്തം മോഹം. ഗവൺമെന്റ് ജോലി സ്വന്തം മോഹം. കടഭാരം മാറണം സ്വന്തം മോഹം. കല്യാണം നടക്കണം സ്വന്തം മോഹം. വീട് വെക്കണം സ്വന്തം മോഹം. വാഹനം മേടിക്കണം സ്വന്തം മോഹം. എന്താ ഇതൊക്കെ സ്വന്തം മോഹം ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ ദൈവിക മോഹമല്ല. ദൈവിക മോഹം നാം ദൈവരാജ്യത്തിലെത്തണം. സ്തോത്രം. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, നാം ദൈവരാജ്യത്തെത്തണം. ബാക്കിയുള്ള ഈ ലോകത്തുള്ള നമ്മുടെ മോഹമാണ്, വ്യക്തിപരമായ മോഹമാണ്. ഈ മോഹങ്ങൾ നിറവേറാതിരിക്കുക. പക്ഷേ ഈ മോഹങ്ങൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കള്ളനും ശപിക്കപ്പെട്ടവരുമാണ്. ഇതെല്ലാം പ്രപഞ്ചമോഹത്തുള്ള കാര്യമാണ്. പ്രപഞ്ചമോഹം വർജിക്കാൻ ദൈവാത്മാവ് എന്തിന് ലേഖനത്തിൽ എഴുതി? പ്രപഞ്ചമോഹമല്ലേ സ്വന്തം മോഹമായി കയറി വരുന്നത്. സ്വതന്ത്രം. അത് നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉപവസിക്കുന്നവർ ആരാണ്? കള്ളന്മാരും നീചന്മാരും അല്ലാതെ സത്യവാന്മാരാണ്. ആണോ? സ്തോത്രം. ആ കുറ്റം കുറ്റമായി നാം ഗ്രഹിച്ചറിയണം. അത് നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് ആ കുറ്റത്തിന് പരിഹാരം ഉണ്ടാകണം. Praise the Lord. Praise the Lord. അടുത്ത് അവരുടെ വായ് വമ്പ് പറയുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. സത്യം പറയോ? ഇല്ല. വചനം പറയോ? ഇല്ല. പിന്നെ എന്താ പറയുന്നത്? വമ്പ്. എന്താണ് വമ്പ്? ഞാൻ ആരെന്നറിയോ? ഞാൻ ദൈവത്തിന്റെ ആരെന്നറിയോ? ദൈവം എന്റെ ആരെന്നറിയോ? വമ്പ്. ദൈവം എവന്റെയും ഇവനുടെയും ആരുമല്ല. പറയണെന്താ? എന്റെ അപ്പനെന്നാണ് ദൈവം. എന്താ പറയുന്നത്? ദൈവം എന്റെ അപ്പൻ. സ്തോത്രം. ദൈവം നിന്റെ അപ്പനാകണമെങ്കിൽ ആ അപ്പൻ പറയുമ്പോൾ നീ കേട്ടനുസരിക്കേ. അപ്പൊ ചില നീചന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടനുസരിച്ചില്ലെങ്കിൽ അപ്പനും മക്കളും തന്നെയാണ്. അത് ലോകത്തിൽ തത്വജ്ഞാനത്തിന് മുമ്പിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ദൈവജ്ഞാനത്തിന് മുമ്പില് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് പിതാവും മക്കളും. അല്ലാത്ത ഒരു നായ്ക്കൾ അതിൽ കയറില്ല, അതിൽ ചേർന്ന് വരില്ല. ഇതെല്ലാം കർക്കശമായി നാം അറിയണം. എന്നാലും നമ്മെ ശോധന ചെയ്യാൻ പറ്റൂ. ശേഷിക്കുന്നവരെ അറിയിക്കണം. എന്നാൽ അവർക്ക് അവരെ ശോധന ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ ശോധന ചെയ്യിപ്പിക്കുന്ന ആത്മാവ് ദൈവാത്മാവാണ്. തന്നെത്താൻ ന്യായീകരിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല, ദുരാത്മാവ്. ആത്മാക്കളെ തമ്മിൽ തിരിച്ചറിയണം, ഗ്രഹിച്ചറിയണം. എല്ലാം ദൈവാത്മാവെന്ന് വിചാരിക്കരുത്. വെളുത്തതെല്ലാം പാലാണ്,
മിന്നുന്നതല്ല പൊന്നാണ്. സ്വതന്ത്രം ചിരിക്കുന്നതല്ല സ്നേഹമാണെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അടുത്ത് കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി കാര്യസാധ്യത്തിനായി. പ്രൈസ് ദ ലോർഡ്. കാര്യസാധ്യത്തിനായിട്ട് ഏത് മേൽ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, മേൽ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മുഖസ്തുതി പ്രയോഗിക്കും. പാസ്റ്റർത്തും പ്രയോഗിക്കും, വിശ്വാസികളത്തും പ്രയോഗിക്കും, ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും എല്ലാം മുഖസ്തുതി പറയും. നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളില്ലേ? എന്തിനാ? കാര്യസാധ്യം. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. സ്തോത്രം. കാര്യസാധ്യത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? വേറെ കൂടെ ഇമ്മാനുവൽ ഇരിക്കുമോ? പിന്നെ ഇരിക്കുന്ന നീചന്മാരെ പഠിപ്പിച്ചാലോ? അവിടെ കാണിക്കൊണ്ട് വളി കൊടുക്കൂ? വചനം പഠിപ്പിക്കുന്നിടത്ത് കൊടുക്കുമോ? എവിടെയാണ് കൊടുക്കാൻ ദൈവം പറഞ്ഞത്? സ്വന്തം ഭോഗങ്ങൾക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുന്നിടത്ത് കൊടുക്കാനാണോ അതോ വചനം പഠിപ്പിക്കുന്നിടത്താണോ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് കാണിക്കൊടുത്ത് സ്തോത്ര കാഴ്ച കൊടുത്ത് അല്ലെങ്കിൽ ദശാംശം കൊടുത്ത് സംഭാവന കൊടുത്ത് മുന്നോട്ട് പോണവരെ കൂടെ കർത്താവ് കാണോ? കർത്താവിന്റെ ഉപദേശം കാണോ? കർത്താവിന്റെ വചനം കാണോ? അപ്പൊ അവരെ വഴി എന്താ? അന്ധകാരമല്ലേ? കൂരിട്ടല്ലേ? അല്ല യേശയ്യാ പ്രവാചകൻ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെ കൊണ്ടുക. അതിൽ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പാനം ചെയ്യരുത്, കൂരിട്ട് മൂടും. ജാതികളെ പോലെ നടക്കരുത്, കൂരിട്ട് മൂടും. ജാതികളെ പോലെ സംസാരിക്കരുത്, കൂരിട്ട് മൂടും. ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്, കൂരിട്ട് മൂടും. ജാതികൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് ഒത്തവണ്ണം അത് നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവജനം അത് പ്രാർത്ഥിച്ചാൽ ഞാൻ ജാതിയുടെ മേൽ മൂടുന്ന കൂരിട്ട് ദൈവജനത്തിന്മേൽ മൂടും. പാസ്റ്റർമാരെന്ന് പ്രാർത്ഥിച്ചാൽ, ഈ ലോക അനുഗ്രഹങ്ങൾക്ക് പാസ്റ്റർമാരെ പ്രാർത്ഥിച്ചാൽ പാസ്റ്റർമാരുടെ മേലും കൂരിട്ട് മൂടും. അവർ വഴി നടന്നാൽ അവരെ ആരെ വഴി നടത്തും? അവരെ പുറകെ നടന്നാൽ പുറകെ പോകുന്നവരുടെ പോകും. കുരുടൻ, അതായത് ഇരുട്ടത്ത് കാണാൻ പറ്റുമോ? ഹൃദയദൃഷ്ടി കുരുടാവും. അക്ഷരീയമായ കുരുടായില്ലെങ്കിൽ ഹൃദയദൃഷ്ടി കുരുടാവും. അന്ധകാരത്തിൽ നടക്കേണ്ടി വരും, കൂരിട്ടിൽ നടക്കേണ്ടി വരും. ആ വഴി എങ്ങോട്ടും അറിയാൻ പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രപഞ്ച മോഹങ്ങളിൽ കൊത്തവണ്ണമുള്ള, ഇവിടെ ആരെങ്കിലും ചിന്തിക്കുമോ, അയ്യോ അത് പ്രപഞ്ച മോഹം, വീട് വയ്ക്കുന്നത്, വിദ്യാഭ്യാസം, ജോലി, ആരോഗ്യം, കടഭാരം മാറുക, പിന്നെ തലമുറ, ആട് പാട്, ഇതെല്ലാം പ്രപഞ്ച മോഹമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ചിന്തിക്കൂ. ചിന്തിക്കണ്ടേ? അവൻ നമുക്ക് ആവശ്യമുള്ളതല്ലേ? നമുക്ക് ആവശ്യമുള്ളതല്ലേ? സ്തോത്രം. ഈ ആവശ്യമുള്ളത് ആയത് കൊണ്ട് തന്നെ ദൈവം ഇതെല്ലാം ഭൂമി വെച്ചിട്ടുള്ളത്. അതിന് പിന്നെ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ ഭൂമിയിൽ വെച്ചിരിക്കില്ലേ, അത് അധ്വാനത്തിൽ കൂടിയും സഹകരണത്തിൽ കൂടിയും അത് പ്രാപിച്ചെടുക്കുക, കാര്യം നടത്തുക. ദൈവത്തോട് പറഞ്ഞ കാര്യമുണ്ടോ? ഇതെല്ലാം നമുക്ക് ആവശ്യമെന്ന് പിതാവ് അറിയുന്നില്ലേ? ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമല്ലേ നമ്മെ ഭൂമിയിലാക്കിയത്? അല്ലേ? സ്തോത്രം. പിന്നീട് ഒന്നേന്ന് ചോദിക്കണം. ഇപ്പൊ ചോദിക്കുന്ന പാസ്റ്റർമാരും അച്ഛന്മാരും ബിഷപ്പുമാരും ആരാണ്? ജാതികളല്ലേ? ഇവരൊക്കെ കൂരിട്ടിലല്ല ജീവിക്കുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. നമ്മളൊക്കെ അങ്ങനെ മൂടിയിരുന്നവരല്ലേ? ഇപ്പൊ ഒരുവിധം വിടുവിക്കപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. പൂർണ്ണമായി വിടുവിക്കപ്പെടണ്ടേ? വിടുവിക്കപ്പെടുവാൻ മാനസാന്തരം വേണ്ടേ? മാനസാന്തരം ഇല്ലാത്ത ജാതികളിൽ നിന്ന് ഒഴിഞ്ഞു മാറണ്ടേ? Praise the Lord. Praise the Lord.
അപ്പൊ ഇമ്മാനുവേലായിട്ട് യേശു ക്രിസ്തു നമ്മളെ കൂടെ വേണമോ? നമ്മൾ ആയിരിക്കേണ്ടത് പോലെ ആയിരിക്കണം. അല്ല, നാം എങ്ങനെയായിരുന്നാലും ഇമ്മാനുവേൽ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. സ്വതന്ത്രം നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, തിരിച്ചറിയണം. സത്യനമസ്കാരിയായി തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാം. ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. ജീവൻ പ്രാപിക്കണം, തിരിച്ചറിവിൽ ജീവൻ പ്രാപിക്കണം, ബോധോദയത്തിൽ ജീവൻ പ്രാപിക്കണം. സ്വതന്ത്രം ഉത്കൃഷ്ടരായി മാറണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നു. നിങ്ങളോ പ്രിയരെ, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ നിങ്ങളോ പ്രിയരെ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രപഞ്ച മോഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്നവരാ. നിങ്ങളോ പ്രിയരെന്ന് ആരെ കുറിച്ച് പഠിപ്പിക്കുന്നു? തന്നിഷ്ടത്തിൽ നടക്കുന്ന സ്ത്രീയെ കുറിച്ച്, തന്നിഷ്ടത്തിൽ നടക്കുന്ന പുരുഷനെ കുറിച്ച്, തന്നിഷ്ടത്തിൽ നടക്കുന്ന എല്ലാവരെ കുറിച്ചും ചേർത്ത് പറയും. നിങ്ങള് പ്രിയമുള്ളവരെ എന്ന് വിളിക്കും. നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് വിളിക്കും. എന്നാൽ ദൈവത്തെ എന്ന് വിളിക്കും? ദൈവത്തെ അവൻ നീ എന്ന് വിളിക്കും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഈ നീചന്മാരെ, നീചത്തികളെ നീ എന്ന് വാന്ന് പോന്ന് പറയാൻ ദൈവത്തെ ബഹുമാനം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, അത് ന്യായപ്രമാണത്തിൽ ഘനമേറിയ ത്യജിച്ചു കളയുന്നു, പിന്നെ കൊതുകിനെ അരിച്ചെടുക്കണം തോന്നുമായിരിക്കും. അതെന്തെന്നറിയാം അങ്ങനെ തോന്നുന്നത്? അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതൊന്നും അത് വെച്ച് നമ്മളെങ്ങനെ കാണണം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായപ്രമാണം കഴിഞ്ഞുപോയി എന്ന് പറയുന്നവരെന്തിനാ ന്യായപ്രമാണത്തിലെ ഘനമേറിയ തള്ളിക്കളയെന്ന് പറയുന്നത്? സ്തോത്രം. ന്യായപ്രമാണത്തിൽ ഘനമേറിയത് എന്താണ്? കാണുന്ന സഹോദരനെ സ്നേഹിക്കുക. ഇത് ഘനമേറിയതല്ലേ? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ഘനമുള്ളതല്ലേ? ചെയ്യുന്നുണ്ടോ? പാസ്റ്റർമാർ ചെയ്യുന്നുണ്ടോ? പാസ്റ്റർമാർ തമ്മിൽ കാണുന്നത് സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അച്ഛന്മാര് യേശുക്രിസ്തുവിനെ കുറിച്ച്, വിശപ്പുമായ അച്ഛന്മാരൊക്കെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഭയങ്കര വർണ്ണനമായി പ്രസംഗിക്കും. എന്താ പെന്തക്കോസ്തിലെ പാസ്റ്റർ കാണുമ്പോൾ അവർ സ്നേഹിക്കോ? അതെന്താ സ്നേഹിക്കാത്ത? എന്താ ആദരിക്കാത്ത? പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിലെ പാസ്റ്റർമാര് ഭയങ്കര സ്നേഹം പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷെ കൂട്ട് പാസ്റ്റർ കണ്ട സ്നേഹമല്ല, കൈ കൊടുക്കില്ല, ഒരു വചനം പറയില്ല, ആത്മീയവർദ്ധനവിന് വേണ്ടി ഒരു ബോധോദയം വെളിപ്പെടുത്തൂല. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ നാം തിരിച്ചറിയാതെ കൂരിരുട്ടിന്റെ അവകാശികളാകരുത്, തിരിച്ചറിഞ്ഞ് വെളിച്ചത്തിന്റെ അവകാശിയാകും. എന്നാല് വിശ്വസ്തന്മാരായി മുന്നേറാൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. അപ്പൊ ഈ ഓർക്കുന്നവരാണ് പ്രിയമുള്ളവർ. അപ്പോസ്തലന്മാര് പറഞ്ഞ വാക്കുകൾ ഓർക്കാത്തവരാരാ? പ്രിയമുള്ളവരാണോ? പഠിപ്പിക്കാതെ ഞാൻ ഓർക്കും? രോഗസൗഖ്യത്തിന്റെ പുറകെ നോടി ഓർക്കാൻ പറ്റുമോ? അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർക്കാൻ പറ്റുമോ? വസ്തു വാങ്ങണം, വസ്തു വിൽക്കണം, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഓർക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എന്താ സഭകളിൽ പഠിപ്പിക്കുന്നത്? എന്താ പള്ളികളിൽ പഠിപ്പിക്കുന്നത്? കൺവെൻഷൻ യോഗങ്ങളിൽ എന്താ പ്രസംഗിക്കുന്നത്? കർത്താവിനെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യമാണോ? എന്നാലും ഓർക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ കാണിക്കൊടുക്കുന്നു? ഇതൊന്നും സുവിശേഷ വിരോധം പറയുന്നതല്ല.
ദുരുപദേശ വിരോധമാണ് ഈ പറയുന്നത്. ദുരുപദേശ വിരോധം. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. സുവിശേഷം സദ്വർത്തമാനാണ്. സുവിശേഷം പുറത്തെ മനുഷ്യന്റെ കാര്യമല്ല, സുവിശേഷം അകത്തെ മനുഷ്യന്റെ കാര്യമാണ്. അത് പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ ഓർത്തുകൊള്ളി. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഇത് യാത് കാലം? അന്ത്യകാലമാണോ അല്ലയോ? ലോകത്തെ കുറിച്ചല്ല പറയുന്നത്, അവരവരുടെ കാര്യമാണ്. അവരവരുടെ ജീവിതത്തിൽ ഇത് അന്ത്യകാലം. ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നവർ, ഭക്തികെട്ട മോഹങ്ങൾ പ്രസംഗിക്കുന്നവർ, ഭക്തികെട്ട മോഹങ്ങൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഇന്ന് അതുകൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. 75 വർഷം പ്രസംഗിച്ചവരുടെ ജോലി ഇത് തന്നെയാണ്. ഭക്തികെട്ട മോഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 50 വർഷം പ്രസംഗിച്ചവരുടെ ഗതി ഇത് തന്നെയാണ്. ഭക്തികെട്ട മോഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവർക്ക് 50 വർഷം പ്രസംഗിച്ച് ആരെ നേടി? ആർക്ക് വേണ്ടി നേടി? ആർക്ക് വേണ്ടി പ്രസംഗിച്ചു? ഈ നാളുകളിൽ വഞ്ചനകളെല്ലാം തിരിച്ചറിഞ്ഞ് സത്യ നമസ്കാരികളായി, സത്യ സുവിശേഷം തിരുവചനം തന്നെ പ്രസംഗിക്കുന്നവരായി. തിരുവചനത്തിൽ പാപബോധമുണ്ട്, തിരുവചനത്തിൽ പാപ പരിഹാരമുണ്ട്. അത് പ്രസംഗിക്കുന്നവരായി മുന്നേറുവാൻ നമ്മളിൽ ഓരോരുത്തരും എഴുന്നേൽക്കണം. ഈ ശബ്ദം കേൾക്കുന്ന, തിരുവചനം വായിക്കുന്ന സകലരും സത്യ നമസ്കാരികളായി എഴുന്നേറ്റ് പ്രകാശിക്കണം. അതിന് യോഗ്യരായി മാറും. അതിനെതിരായി ആര് ശബ്ദമുയർത്തിയാലും സ്തോത്രം, ആ ശബ്ദങ്ങളെല്ലാം ഉഴവുചാലിലെ കുമിള പോലെ അഴുകിപ്പോകും. സ്തോത്രം. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. ആരാ? ഭക്തിയുടെ മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നവർ, പരിഹാസികൾ, പ്രപഞ്ച മോഹങ്ങൾക്കത്തോടെ ജീവിക്കുന്നവര്, അത് നിറവേറാൻ പ്രാർത്ഥിക്കുന്നവര്, പിറവുറുപ്പുകാര്. ആരാ? ഭിന്നത ഉണ്ടാക്കുന്നവർ. സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവർ. ആത്മീയ കാര്യം പഠിപ്പിച്ചാൽ അതിനെതിരായി ഭിന്നത ഉണ്ടാക്കും. കുടുംബത്തിനകത്ത് ആത്മീയ കാര്യത്തിൽ നിലനിന്നാൽ അതിനെതിരായി ഭിന്നത ഉണ്ടാക്കും. ഈ ഭിന്നത ഉണ്ടാക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കൂടെ കർത്താവ് യേശുക്രിസ്തു ഇമ്മാനുവേലായിട്ട് ഇരിക്കുമോ? ഇത് വിവേചിക്കാതെ പ്രസംഗിക്കുന്ന പ്രസംഗകൻ ആരെ? കള്ളനല്ലേ? കുറെ ജനം ഒരുമിച്ച് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചെന്ന് പ്രസംഗിച്ച് തള്ളേ മറിച്ചാൽ മതിയോ? എവര് മനുഷ്യല്ലേ? ബുൾഡോസർ തള്ളി മറിക്കാൻ. അപ്പൊ പറയും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കിയിരിക്കണം. ഇവന് മതിവണ്ടിയാക്കിയ നന്മയെ മതിക്കാനോ? തിന്മ മതിക്കാനില്ലേ? ഇവൻ തിന്മയല്ലല്ലോ മതിക്കുന്നത്, ഇവൻ നന്മയല്ലേ മതിച്ച് തള്ളുന്നത്, ചവിട്ടി മതിക്കുന്നത്. ലോക സംഭവങ്ങൾ, പ്രപഞ്ച മോഹങ്ങൾ പ്രസംഗിച്ച് ദൈവോദയത്തെ ചവിട്ടി മതിക്കുകയല്ലേ, കീറ് മുറുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വാക്യങ്ങൾ എടുത്ത് ആർക്കും പൊങ്ങി നടക്കാനല്ല, ആർക്കും സ്വയം നീതീകരിക്കാനല്ല, ദൈവ നീതിക്ക് വേണ്ടി കീഴ്പ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ വചനം. അടുത്ത് ഭിന്നത ഉണ്ടാക്കുന്നവർ. നമുക്കറിയാലോ നമ്മുടെ വീടുകളിൽ ആരൊക്കെയാണ് ഭിന്നത ഉണ്ടാക്കുന്നതെന്ന്, നമ്മുടെ കൂട്ടായ്മകളിൽ ആരൊക്കെ ഭിന്നത ഉണ്ടാക്കുന്നുവെന്ന് നമുക്കറിയാവുന്ന കൂട്ടായ്മകൾക്കകത്ത് ആരൊക്കെയാണ് ഭിന്നത ഉണ്ടാക്കുന്നത്, ഭിന്നത ഉണ്ടാക്കുന്ന പാസ്റ്റർമാരുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കുറെ അറിയല്ലോ. നമ്മൾ അങ്ങനെയുള്ളവരാകരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തോട് ഒരുമയുള്ളവരായിരിക്കണം. ഭിന്നത ഉണ്ടാക്കുന്നവരാകരുത്, ഭിന്നത ഉണ്ടാക്കുന്നവരെ കൂടെ സംസർഗം ചെയ്യുന്നവരാകരുത്. സ്തോത്രം, സ്തോത്രം. ഭിന്നത ഉണ്ടാക്കുന്നവരല്ല കേട്ടോ അവസാനം സഹിക്കാൻ പറഞ്ഞത്. ആത്മാവില്ലാത്തവർ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ
അതിവിശുദ്ധ വിശ്വാസത്തിന് ആധാരമുണ്ടോ? ഉണ്ട്. ഇന്ന് വിശ്വാസം പഠിപ്പിക്കുന്നവർ ആധാരം പഠിപ്പിക്കുന്നു. വിശ്വാസം പഠിപ്പിക്കുന്നവർ വിശ്വാസത്തിനൊരു പ്രമാണമുണ്ട്. പ്രമാണം പഠിപ്പിക്കുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പ്രമാണം മാനസാന്തരം, മാനസാന്തരത്തിന്റെ പ്രമാണം അനുതാപം, അനുതാപത്തിന്റെ പ്രമാണം കുറ്റബോധം, കുറ്റബോധത്തിന്റെ പ്രമാണം പാപബോധം, പാപബോധത്തിന്റെ പ്രമാണം പാപബോധത്തിന്റെ പ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പ്രമാണം ശരിയാണ്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ ഈ ലോകത്തെ ആൾക്കാർ പ്രസംഗിക്കുന്നു. ആണോ? തലയാട്ടിയാ പോരാ, മൂവെങ്കിൽ മൂവെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയും. സ്തോത്രം. ഇങ്ങനെയുള്ളവരെ കൂടെ കാണിക്കാൻ കൊടുത്ത് നടക്കുന്നവരുടെ ഗതി എന്താണ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആധാരമുണ്ട് കേട്ടോ എല്ലാത്തിനും. ആധാരമുണ്ടോ? വിശ്വാസ പ്രമാണം ഉണ്ടോ? വിശ്വാസ പ്രമാണം, അതാണ് വിശ്വാസ പ്രമാണം. പ്രമാണം ഉണ്ടോ? ഓരോ പള്ളിക്കാർ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണമല്ലേ വിശ്വാസ പ്രമാണം. ബൈബിളുണ്ട് വിശ്വാസ പ്രമാണം. സ്വതന്ത്രം. ഓരോ പള്ളിക്കാർക്ക് കുത്തപ്പട്ടയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണമല്ല വിശ്വാസ പ്രമാണം. സീസ പള്ളിക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. അത് ദൈവം അംഗീകരിക്കുന്നതല്ല. സ്തോത്രം. ബൈബിളിൽ വിശ്വാസ പ്രമാണമുണ്ട്. വിശ്വാസത്തിന്റെ പ്രമാണം മാനസാന്തരം, മാനസാന്തരത്തിന്റെ പ്രമാണം അനുതാപം, അനുതാപത്തിന്റെ പ്രമാണം കുറ്റബോധം, കുറ്റബോധത്തിന്റെ പ്രമാണം പാപബോധം, പാപബോധത്തിന്റെ പ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പ്രമാണം പ്രമാണം എടുത്തങ്ങ് തള്ളിക്കളഞ്ഞിട്ടാണ് എല്ലാവരും കർത്താവേ എന്ന് വിളിച്ച് നടന്നാൽ മാനസാന്തരം ഉണ്ടാവുമോ? സമയം തന്ന മാനസാന്തരപ്പെടാൻ പറ്റുമോ? ഇല്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരോട് കൂടെ ഇഴുകി നടന്നാൽ മാനസാന്തരപ്പെടാൻ പറ്റുമോ? മാനസാന്തരം ഇല്ലാത്തവരുടെ കൂടെ ഒളിച്ച് കളിച്ച് സഹകരിച്ചാൽ മാനസാന്തരപ്പെടാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയുന്ന ഞാനൊരു പൊട്ടനായി പോയല്ലേ, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഞാനൊരു നീചനായി പോയല്ലേ. സ്തോത്രം. ആരൊക്കെ പൊട്ടനെന്ന് പറഞ്ഞാല്, ആരൊക്കെ നീചനെന്ന് പറഞ്ഞാല്, ആരൊക്കെ കൊള്ളരാത്തവരെന്ന് പറഞ്ഞാല്, ആരൊക്കെ ദുഷ്ടനെന്ന് പറഞ്ഞാല്, സ്തോത്രം, ഈ പറയുന്നവരുടെ സാക്ഷ്യം എനിക്കാണ്. പൈസല്ലോ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ സാക്ഷ്യമാണ് എനിക്ക് ആവശ്യം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ സാക്ഷ്യമാണ് എനിക്ക് ആവശ്യം. വേറെ ഒരു നാക്കളുടെയും നീചന്മാരുടെയും സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല. സ്തോത്രം. എന്റെ കാര്യം മാത്രമല്ല, ദൈവവചനം വചനമായി പ്രസംഗിക്കുന്ന എല്ലാവരുടെയും സാക്ഷ്യം അവരവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. വേറെ ആരുടെയും സാക്ഷ്യങ്ങളുടെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രിയമുള്ളവര്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ആധാരം വന്നോണ്ടല്ലോ ആത്മീയ വർധന ഉണ്ടാവും. ആത്മീയ വർധന ഉണ്ടായ പ്രപഞ്ച മോഹങ്ങൾ നിറവേറാൻ പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ. അപ്പോൾ ആത്മീയ വർധനം ഇല്ലാത്തതുകൊണ്ടല്ലേ, പ്രാകൃതന്മാരായതുകൊണ്ടല്ലേ പ്രപഞ്ച മോഹങ്ങൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഉപവസിച്ച് നടക്കുന്നത്. അതിനോട് നമ്മൾ കൂട്ടവകാശിയാകണോ? അത് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകണോ? അടുത്ത് ആത്മീയവർദ്ധന വരുത്തി. എന്നാൽ ആത്മീയവർദ്ധന വരും. ആത്മീയവർദ്ധന വരുത്തി. ആത്മീയവർദ്ധന വരുന്നല്ല കേട്ടോ, വരുത്തണം. വരുത്തിയാലേ വരും. അവിടെ നീചന്മാര് പറയുന്നത് ഇങ്ങനെയാണ്, അത് വന്നോളും, തനിയെ വന്നോളും. വരും, വരുത്തിയേ വരും. മർക്കോസിന്റെ മാളിക പറയും ചുമ്മാ വന്നതാണോ ആത്മാവ്? പിന്നെ വരാൻ വേണ്ടി ഒരുക്കത്തോടെ ഇരുന്നു, അങ്ങനെ വന്നത്. ഹല്ലേലൂയ. ഒരു മനസ്സോടെ ഒരുക്കത്തോടെ ഇരിക്കാൻ അവർ എന്ത് ചെയ്തു? അവർ തമ്മിൽ ആത്മബന്ധം ഉണ്ടായിരുന്നു, തമ്മിൽ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. സ്നേഹബന്ധം വ്യക്തിബന്ധമല്ല, സ്നേഹബന്ധം ദൈവവചന സ്നേഹബന്ധം. ഹല്ലേലൂയ.
ഞാൻ ചുമ്മാ ആത്മാവ് ഇറങ്ങി വന്നല്ല കേട്ടോ. എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് ആത്മാവ് ഇറങ്ങി വരുമെന്ന് വരും, ദുരാത്മാവ് വരും. ദൈവാത്മാവ് വരണമെങ്കിൽ തമ്മിൽ ഐക്യബന്ധം ഉണ്ടായിരിക്കണം, തമ്മിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം, തമ്മിൽ പ്രബോധനം ഉണ്ടായിരിക്കണം, തമ്മിൽ താഴ്മ ഉണ്ടായിരിക്കണം, തമ്മിൽ കുറ്റബോധം ഉണ്ടായിരിക്കണം, തമ്മിൽ അനുതാപം ഉണ്ടായിരിക്കണം, ഓരോരോ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ടോ എങ്കിൽ ആത്മാവ് വരും. അവിടെ പറയുന്നത് ആത്മീയ വർത്തനം വരുത്തിയും. ആത്മീയ വർത്തനം വന്നാലേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഈ പ്രപഞ്ച മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള ഒരു കാര്യവും ആ പ്രാർത്ഥനയിൽ വരില്ല. പിന്നെയോ പാപപരിഹാരത്തിന്റെ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരൂ. കാരണം പരിശുദ്ധാത്മാവ് പാപബോധത്തിന്റെ ആത്മാവാണ്. പ്രധാനമായിട്ടും അതാണ്. സ്തോത്രം. അടുത്ത പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി താൽക്കാലിക ജീവനായിട്ടല്ല കേട്ടോ, നിത്യജീവനായിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണ കിട്ടിയെന്നല്ല കേട്ടോ മഹാന്മാരെ, കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. അല്ല കല്യാണം നടക്കേണ്ട അവസരത്തിനിടയില്ല കാത്തിരിക്കണം. സ്തോത്രം. കരുണയ്ക്കായി കാത്തിരിക്കണമെങ്കിൽ ലംഘനം മറച്ചു വെക്കരുത്. സ്തോത്രം. ലംഘനം ഏറ്റു പറയണം. അപ്പനോട് തെറ്റിയതോ അപ്പനോട് ഏറ്റു പറയണം, എന്നാൽ അപ്പന് കരുണ കാണിക്കും. അതാണ് പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നു, ചുമ്മാ തോന്നില്ല, തോന്നരുത്. തെറ്റ് ചെയ്യുന്ന മക്കളോട് അപ്പന് കരുണ തോന്നരുത്. കുറ്റം ഏറ്റു പറഞ്ഞാൽ അപ്പന്റെ ഇളയ മകൻ ഏറ്റു പറഞ്ഞതുപോലെ മടങ്ങി വന്നാൽ കരുണ കാണിക്കണം. സ്തോത്രം. അതൊക്കെ പാടാണ് കേട്ടോ, ഏകത്തിന് പാടിയെന്ന്. സ്തോത്രം. പാടുന്നവരെ അറിയുന്നു, പഠിപ്പിക്കാൻ ഒരുത്തനുണ്ടെന്നേ. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോലും ഒരുത്തനുമില്ല. പിന്നെ എങ്ങനെ ജനം പഠിക്കും? പഠിക്കാതെ എങ്ങനെ മനം തിരിയാതെ ഇരുന്നാൽ എങ്ങനെ മക്കളോട് കരുണ കാണിക്കണമെന്നും അപ്പന്മാർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവസ്നേഹത്തിൽ, ലോകസ്നേഹത്തിലല്ല കേട്ടോ. ദൈവസ്നേഹം നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം കൊണ്ടാണ് സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം. അല്ലാതെ ചായയുടെയും ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെ സ്നേഹമല്ല, നിത്യസ്നേഹമാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. അടുത്ത് സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് എന്ത് ചെയ്യണം? എന്നോട് ഒരാൾ പറഞ്ഞു, അത് സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം. ശരി, കരുണ കാണിക്കണ്ടേ? സംശയിക്കുന്നവരോട് വേണോ വേണ്ടേ? ഒരു ഭയങ്കര പ്രഗത്ഭനായ ആത്മനിറവിനെ കുറിച്ച് ശക്തമായി പ്രസംഗിക്കുന്ന ഒരു മഹാനാണ്, പോഷനായ മഹാൻ എന്നോട് പറഞ്ഞത്, സംശയിക്കുന്നവരോട് കരുണ കാണിക്കണമെന്ന് യൂദ ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ചെയ്താൽ മതിയോ? എന്താ എഴുതിയത് ശരിയല്ലേ? എഴുതിയത് ശരിയല്ല, പക്ഷെ പറഞ്ഞത് ശരിയല്ല. കരുണ കാണിക്കണം സംശയിക്കുന്നവരുടെ. എന്ന് പറഞ്ഞാൽ പറ്റില്ല. കരുണ കാണിക്കണം. ഞാൻ കരുണ കാണിക്കില്ല, എന്നെ സംബന്ധിച്ചാണ് ഞാൻ കരുണ കാണിക്കില്ല. അവിടെ തെറ്റല്ലേ? കരുണ കാണിക്കാൻ എഴുതിയിരിക്കും. സംശയിക്കുന്നവരോട് കരുണ കാണിക്കാൻ എഴുതിയിരിക്കുന്നു, ഞാൻ കരുണ കാണിക്കുന്നു. അപ്പോൾ അതെ, ചിലരോട് പറഞ്ഞിരിക്കുന്നത് ചിലര് മാത്രം ഞാൻ അറിയാതെ സംശയിച്ചു പോയി എന്ന് ഏറ്റു പറയും, അവരോട് കരുണ കാണിക്കണം. മനസ്സിലാവുന്നു? അല്ലാതെ അവരെങ്ങനെ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച വിഴുങ്ങലെടുത്ത്
സംശയിക്കുന്നവരായ എല്ലാരോടല്ല, ചിലരോട്. സ്തോത്രം. കരുണ ചെയ്ത് എല്ലാരോടും ഉണ്ട്. അതാണ് അടുത്ത ഇംഗ്ലീഷ് പുസ്തകം എടുത്തുണ്ട്. ഏത് പുസ്തകം എടുത്തോണ്ടെന്നാലും തിരുവഴുത്ത് തന്നെയാണ്. സത്യം അസത്യം ആകൂല ഏത് പുസ്തകം വഴി വന്നാലും. ഇത് വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള പുസ്തകം എടുത്തോണ്ട് കുറെ തെളിവ് കിട്ടുള്ളൂ. അപ്പൊ സംശയിക്കുന്നവരായ ചിലരോട്, അതായത് സംശയിച്ചു പോയി ക്ഷമിക്കണം മനം തിരിയുന്നവരോട്. അത് അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. എല്ലാം എഴുതി വെച്ചിരുന്നു നിനക്ക് അവിടെ. സ്തോത്രം. അത് വേദപുസ്തകത്തിലെ സത്യഗ്രന്ഥത്തില് അന്വേഷിച്ച് വായിച്ചു നോക്കണം. അപ്പൊ എല്ലാം അവിടെ ഉണ്ട്. അല്ല, ഇത് വായിക്കേണ്ടത് പകരം ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇതൊന്നും കിട്ടൂല. പ്രസംഗിക്കുമ്പോൾ അറിയാം ഒരുത്തരം ബൈബിളോട് എന്ത് ബന്ധമുണ്ടെന്ന്. ലോക ചരിത്രം ലോക സംഭവങ്ങളൊന്നും ഇതിനകത്ത് കയറ്റാനുള്ളതല്ല പ്രസംഗിക്കുമ്പോൾ. സ്തോത്രം. സ്ക്രൂ തിരികെ കയറ്റുമല്ലോ, ഓർത്തപ്പോൾ തിരികെ കയറ്റുന്നു. നിന്റെ ജീവിതം അതുപോലെ തീരും. നിത്യജീവൻ കിട്ടില്ല. കാരണം ദൈവവചനത്തോട് കൂട്ടുചേർക്കരുത്, ഇടകലർത്തരുത്. ദൈവവചനത്തോട് വചനം മാത്രമേ ചേരുള്ളൂ, ചേർക്കാവൂ. ലോകത്തിലെ ഒരു സംഭവങ്ങൾ ഇതിനോട് ചേർക്കരുത്. ലോകശാസ്ത്രം ഇതിനോട് ചേർക്കരുത്. ലോക ചരിത്രം ഇതിനോട് ചേർക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തോട് വചനം മാത്രമേ ചേർക്കാവൂ. അല്ലാത്തത് കൂട്ടുവിത്ത് വിതയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവന്റെ ശാപം ക്രിസ്തുവിൽ കൂടി നീങ്ങില്ല. നീങ്ങണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ അവൾ മാനസാന്തരപ്പെടണം. അതിനാ സമയവും ആയുസ്സും തരുന്നത്. അടുത്ത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. ചിലരെന്ന് പറഞ്ഞ ആരെയാണ്? സ്തോത്രം. അങ്ങും കൂടെ ഇവിടെ അടയ്ക്കുന്ന കരിക്കട്ടിയുള്ള കാര്യമല്ലേ പറയുന്നു. തീന്ന് വലിച്ചെടുക്കുക. അവനെയൊക്കെ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവളെയൊക്കെ വലിച്ചെടുക്കാൻ പോയാൽ വലിച്ചെടുക്കാൻ പോകുന്നവര് തീയിൽ വീഴും. അതാണ് എന്റെ സത്യം. സ്തോത്രം. അപ്പോസ്തലന്മാരാരെങ്കിലും അഹങ്കരിച്ച് നടന്നവരെ വലിച്ചെടുക്കാൻ പോയത് തീയൊന്നുമില്ല. മനം തിരിയാൻ മനസ്സുള്ളവരെ വലിച്ചെടുത്തു. പിന്നെ അഹങ്കരിച്ചവരെ തള്ളി മാറ്റി. ഇത് ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാവരും പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുക. അതിനോട് നമ്മൾ തുല്യരാകരുത്. വായിക്കാം. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്, ജഡത്തിൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിക്കും. ചിലർ അതും ചിലരാ ചിലരല്ല മനത്തിരിയ മനസ്സുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. സ്തോത്രം. എടുത്ത് വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച്, വീഴാതെ നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, ദൈവത്തിന്റെ മഹിമയുടെ സന്നിധിയിൽ കളങ്കമിൽ ഉള്ളവരായിട്ടല്ല, കളങ്കം ഇല്ലാത്തവരായിട്ട് ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. ആമേൻ. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരം ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ സത്യ ഗ്രന്ഥത്തിലെ ഉപദേശ രൂപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ തിരിച്ചറിവ് പ്രാപിക്കണം ഏറ്റവും അത്യാവശ്യം. അതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. നമ്മെ തന്നെ ശോധന ചെയ്യാം. കേൾപ്പിക്കപ്പെട്ടതും വായിച്ചതും ഇനി വായിക്കാനുള്ളതുമായ വചനത്തോട് ഏകീഭവിച്ച് ജീവിക്കാം. മനസ്സില്ലാത്തതും മനസ്സുള്ളതും സാധിക്കാത്തതും സാധിക്കുന്നതുമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസനെ താഴുവാൻ, തമ്മിൽ താഴുവാൻ,
തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക. ഇല്ലാത്ത പാപം ഏറ്റു പറയണ്ട, ഉള്ളത് ഏറ്റു പറയണം. ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുമ്പോൾ ആ നിയോഗത്തിനൊത്തവണ്ണം നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. തിരുവചനം സൂക്ഷ്മമായി വായിക്കണം, തിരുവചനം സൂക്ഷ്മമായി ചിന്തിക്കണം, തിരുവചനം സൂക്ഷ്മമായി ഗ്രഹിക്കണം. പ്രധാനമായിട്ടും തിരുവചനം വായിക്കുമ്പോഴൊക്കെ തന്റെ തെറ്റ് ഗ്രഹിക്കണം. തന്റെ തെറ്റ് ഗ്രഹിക്കാൻ മനസ്സില്ലാത്ത ഒരുത്തനും ഒരുത്തിക്കും ദൈവവചനം വായിക്കാൻ അനുവാദം ഇല്ല. ദൈവം അനുവദിച്ചിട്ടില്ല. ഏത് കുഞ്ഞിനും വായിക്കാം, പക്ഷേ തന്റെ തെറ്റ് ഗ്രഹിച്ചിരിക്കണം. ഇന്ന് ഗ്രഹിക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ, കർത്താവ് എനിക്ക് പ്രാപ്തിയില്ല, എന്റെ തെറ്റ് ഗ്രഹിക്കാൻ ഈ വായിക്കുന്ന വചനത്തിൽ കൂടെ എനിക്ക് പ്രാപ്തിയില്ല എന്ന തെറ്റെങ്കിലും ഗ്രഹിക്കണം. പ്രാപ്തി ഇല്ലാത്ത ഒരു തെറ്റ, ഒരു ബലഹീനതയാണ്, അതെങ്കിലും ഗ്രഹിക്കണം. അതുപോലും ഗ്രഹിക്കാൻ മനസ്സില്ലാത്തവര് ബൈബിൾ തുടരും. നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കും. ലോകവും അതിന്റെ മോഹവും ഒഴുകിപ്പോകും. അതുകൊണ്ട് പ്രപഞ്ച മോഹങ്ങൾക്കൊത്തവണ്ണമല്ല പ്രാർത്ഥിക്കേണ്ടതും പ്രവചിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അതിനുവേണ്ടിയുള്ള കാണിക്ക കൊടുക്കേണ്ടതും നിത്യജീവന്റെ മൊഴികൾക്കായി നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കേൾപ്പിക്കപ്പെട്ട വചനത്തിൽ കൊണ്ട് എത്രയോ നമുക്ക് അനുതാപമാണ്, എത്രയോ ഏറ്റുപറച്ചിലാണ്, അതിനൊത്തവണ ശുദ്ധീകരണമാണ്. ശേഷിക്കുന്ന ഭാഗം വരും സമയങ്ങളിൽ ശോധന ചെയ്ത് അവരവരെ തെറ്റ് അവരവർ ഗ്രഹിക്കണം. അതിനായി നമുക്ക് എല്ലാവരും കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നമ്മോട് പ്രസംഗിക്കുന്നു, പക്ഷെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ആ ഒരു വിഷമം കൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റമായിട്ട് പറയേണ്ടി വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താൻ നമുക്കില്ല. എന്നാൽ ഉപദേശം പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ല എന്ന കാരണത്താൽ അവരെ കുറ്റം പറയണം. ആ കുറ്റം നമ്മളിൽ ശേഷിക്കുന്നുണ്ട്. നാം എത്രത്തോളം അറിയേണ്ടവർ അറിയുന്നു, അറിയിക്കേണ്ടവർ അറിയിക്കുന്നു. അത് ചെയ്യാത്തടത്തോളം നമുക്കും അത് കുറ്റമാണ്. വിസ്തരിക്കുമ്പോൾ നാം കുറ്റക്കാരെന്ന് തെളിയും. അത് ഇന്ന് ആ കുറ്റത്തിന് പരിഹാരം കണ്ടെത്തി യാത്രയാണ്. പരിഹാരം ക്രിസ്തുവിലുണ്ട്, പക്ഷേ അതിന്റെ നിയമങ്ങളെ ഗ്രഹിച്ചറിയണം. അതിനായി നമുക്ക് എല്ലാവരും കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം, വ്യക്തി ജീവിതം, കൂട്ടായ്മ ജീവിതം വെറുതെ എന്ന് വിചാരിക്കരുത്, നിസ്സാരമെന്ന് വിചാരിക്കരുത്, എങ്ങനെയെങ്കിലും ചത്താ മതി എന്ന് വിചാരിക്കരുത്. മാനസാന്തരപ്പെടണം, മനസ്സ് ഒതുക്കണം. സർവ്വലോകത്തിനേക്കാളും വലിയൊരു ജീവൻ വെച്ചുള്ള പോരാട്ടമാണ്. പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെടരുത്, ജയിക്കണം. ജയോത്സവം കൊണ്ടാടണം. അതിന് ക്രിസ്തു നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മ നമുക്ക് തുണയുണ്ട്. നമ്മൾ ഏകനല്ല, മടങ്ങി വരണം. മടങ്ങി വരാത്തവർക്ക് ഏകൻ തന്നെയാണ്. മടങ്ങി വരാത്തവർ ഏകമായി തന്നെയാണ് നിൽക്കുന്നത്. അവരെ കൂടെ പിശാചേ ഉള്ളൂ, ദുർഭൂതമേ ഉള്ളൂ. നേരിലുള്ളവരുടെ ദേശത്തവർ അന്യായം പ്രവർത്തിക്കും. അവരെ കൂടെ ഇമ്മാനുവേൽ എന്ന ക്രിസ്തുവില്ല, ക്രിസ്തുവിന്റെ ഉപദേശമില്ല. ആകെ തിരിച്ചറിവുള്ളവരായി യാത്ര ചെയ്യുവാൻ തക്കതായ ദൈവ പ്രവൃത്തികൾക്കായി നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസ്ഥിരനായ എൻപിള്ള കർത്താവേ, അങ്ങയുടെ മഹത്വമേറിയ ഉപദേശ രൂപങ്ങൾക്കൊപ്പം ജീവിതത്തിൽ ശോധന ചെയ്ത് തെറ്റുകൾ ഗ്രഹിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന നിയമോപദേശങ്ങൾക്കായി അടികളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട വചനം അടിയന്റെയോ ഈ വചനങ്ങളെ കേൾക്കുന്നവരെയോ ജീവിതത്തിൽ കഠിനത വരാതെ അവിശ്വാസം വ്യാപരിക്കാതെ മാനസാന്തരം വ്യാപരിക്കുക, മനസ്സ് പുതുക്കൽ വ്യാപരിക്കുക, മനസ്സ് പുതുക്കുന്ന ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. പ്രബോധനങ്ങൾ കാരണമാകേണ്ടതിന് കർത്തൃനാമത്തിൽ സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. ശേഷ വചനങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.